എല്ലാ വീട്ടമ്മമാർക്കും സിമ്പിളായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇനി പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. അപ്പൊ ആ രൂപത്തില് നല്ല എളുപ്പത്തില് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടോ. അപ്പോൾ അതിനായിട്ടേ ഒരു 700 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോളം ഉണ്ടാവും കേട്ടോ. ഇതിനൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അത് പൊട്ടിച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ പച്ചവെള്ളം തന്നെയാണ് പാരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുക. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ ഇതാണ് കുറച്ച് ടാസ്ക്കുള്ള പണി. അപ്പോൾ ഇത് എത്രത്തോളം കുഴക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ടുണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ. അതിനുശേഷം നമ്മൾ അടുക്കളയിലുള്ള റാക്ക് ഉണ്ടാവില്ലേ, ടൈൽസൊക്കെ ഇട്ട റാക്ക്, ആ റാക്കിൽ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കുഴച്ചെടുക്കുക. ഒന്നുകൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടേ ഒന്ന് പരത്തി കൊടുക്കാം ടൈൽസുമേ. അതിനുശേഷം മാവുകൊണ്ട് വെച്ചിട്ട് നന്നായിട്ടുണ്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇതേപോലെ. അപ്പോൾ എത്രത്തോളം കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം മാവ് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയണ അത്ര രീതിയിലുണ്ട് കുഴച്ചെടുത്തോളി. അപ്പോൾ മാവിൽ വെള്ളം ഒഴിക്കുമ്പോൾ അധികം ആവരുത് കേട്ടോ. കുറച്ച് വെള്ളം പാർന്നിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. വെള്ളം അധികമായി കഴിഞ്ഞാൽ മാവ് ഒന്ന് ലൂസായി പോകും കേട്ടോ. ഇതൊക്കെ സിമ്പിൾ പരിപാടിയുള്ളൂ. പൊറോട്ട ഒക്കെ വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയുള്ളൂ, എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രൂപത്തിലല്ല നമ്മൾ കാണിക്കുന്നത്. വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഹോട്ടൽ രുചിയിൽ തന്നെ നമുക്ക് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ, അതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ. അപ്പോൾ കയ്യിലൊന്നും തുള്ളി ആയിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ കുഴച്ചെടുത്ത മാവ് ഒന്ന് സ്മൂത്തായിട്ട് വരാനാണ് ഇത് ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കണം മുകളിൽ. ഇനി ഒരു പാത്രം കൊണ്ട് ഇത് മൂടി വെക്കുക. ഒരു 3 to 4 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂർ റെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വെക്കണം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാവ് ഇങ്ങനെ റെസ്റ്റിന് വെച്ചാലുള്ളൂ മാവിൻ്റെ പുളിപ്പൊക്കെ വന്ന് നല്ല ക്ലിയർ ആവുള്ളൂ കേട്ടോ. അതിനുശേഷം മാവ് ഒന്നും ഇങ്ങനെ പരത്തിയെടുത്തിട്ട് 3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതേപോലെ. അപ്പോൾ ഒരു 3 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാവിൻ്റെ എടുത്തിട്ട് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടേ കണ്ടോ, നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് പിന്നിന്ന് ഇങ്ങനെ ഒന്നും തള്ളി കൊടുക്കുക. അപ്പോൾ ഒരു ബോളായിട്ട് ഇങ്ങോട്ട് വരും കണ്ടോ, ഇതേപോലെ ഒരു ബോളായിട്ടുണ്ട് വരും. എന്നിട്ടൊന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോൾ കൊണ്ട് ഒരു 3 പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് എല്ലാം അത് ഇതേപോലെ നമുക്ക് ബോളാക്കിയിട്ട് എടുക്കുക. നമ്മളെ കൈ കൊണ്ട് ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ബോളായിട്ടുണ്ട് വരും. എന്നിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഉണ്ട് ലെവലാക്കി വെക്കുക. അപ്പോൾ എല്ലാം അതും അതേപോലെ ചെയ്യാം. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. കണ്ടോ ഇതേപോലെ ബോളായി വരുന്നുണ്ടോ? ഇത്ര പണിയുള്ളൂ ഇത് ബോളാക്കി എടുക്കാൻ. നമ്മൾ ഹോട്ടലിലേ കണ്ടിട്ടില്ല അതേപോലെ ബോളാക്കി ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടില്ലേ, അതേപോലെ ഇട്ടത്. അപ്പോൾ എല്ലാം അതും നമ്മൾ ബോളാക്കി വെച്ചു. നമുക്കൊരു 6 ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഓയിൽ പുരട്ടി കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതേ, നമുക്ക് ഹോട്ടലിൽ നിന്ന് പൊറോട്ട കിട്ടുമ്പോൾ നല്ല അടിപൊളി പൊറോട്ട ആവും. പക്ഷെ അത് എത്രത്തോളം ഓയിലാണ് ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ ആ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ഓയിൽ വേണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓയിൽ വേണമെന്ന് നിങ്ങൾക്ക് തോന്നും. ഇനി ഒരു പാത്രത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക ഇതേപോലെ ഒരു പരന്ന പാത്രത്തിൽ. അതിലേക്ക് നമ്മൾ മാവുണ്ടല്ലോ ഒന്ന് പരത്തിയിട്ട് ഇതേപോലെ കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ 3 എണ്ണം കൊള്ളുള്ളൂ. അപ്പോൾ 3 എണ്ണം നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് ഒരുപാട് ഓയിൽ കുടിക്കുമെന്ന് നമുക്കിങ്ങനെ തോന്നും, പക്ഷേ ഒട്ടുമില്ല. അതിൻ്റെ മോൾ ഭാഗം മാത്രമേ ഓയിൽ കുടിക്കുള്ളൂ. അപ്പോൾ 2 ഭാഗം ഇതേപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് ഓയിൽ പിടിപ്പിക്കുക മാവുമ്മൽ. എന്നിട്ടത് ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റിന് വെക്കുക കേട്ടോ. എന്തായാലും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പൊറോട്ടയ്ക്ക് പിന്നെ വരുന്ന ഓയിലിൻ്റെ അത്രയൊന്നും ഇതിന് നമുക്ക് ഓയിൽ വരില്ല. ഇനി അതിൽ നിന്ന് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ 3 ബാക്കിയുള്ള മാവും ഇതിലേക്കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു 15 മിനിറ്റോളം ഇതേപോലെ നമുക്ക് റെസ്റ്റിന് വെക്കാം.
അപ്പോൾ മൊത്തം മാവ് നമ്മൾ പരത്തി വെച്ചിട്ട് ഓയിലൊക്കെ മുക്കി റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇരിക്കട്ടെ ഒരു 15 മിനിറ്റോളം. അപ്പോൾ നമ്മുടെ മാവ് ഒരു 15 മിനിറ്റോളം ഓയിലൊക്കെ മുക്കി വെച്ച് എടുത്തു. ഇനി നമ്മൾ ടൈൽസുമേക്ക് ഇതേപോലെ മാവ് കൊണ്ട് വെച്ചെടുക്കുക. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് പരത്തിയെടുക്കുക. എത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും വലുപ്പത്തിൽ കൊണ്ട് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. മുന്നിലേക്ക് ഇങ്ങനെ തള്ളി 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 കൊണ്ടുപോയാൽ മതി. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തള്ളിക്കൊണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലുണ്ട് പരന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുക്കാൻ പത്തിരിക്കോലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടുണ്ട് പരത്തിയെടുത്താൽ മതി. മുന്നിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോയി പരത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കൊണ്ട് പരന്ന് വരും. ഇതേപോലെ എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം പരന്ന് വന്നോട്ടെ. അതേപോലെ കീറൊക്കെ ചെയ്തോട്ടോ ചില ഭാഗങ്ങൾ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എത്ര നൈസാക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് ഇതേപോലെ കൊണ്ട് പരത്തിയെടുക്കുക. കണ്ടോ, നല്ല വലുപ്പത്തിൽ അവിടെ പരന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലിപ്പം കിട്ടി ആ ഒരു മാവ് കേട്ടോ. ഒരു 3 പൊറോട്ടക്കുള്ള പരത്തിലാണ് നമ്മൾ പരത്തുന്നത്. അപ്പോൾ നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇനിയേ കുറച്ച് മൈദപ്പൊടി ഉണ്ടല്ലോ അതിന് മുകളിൽ കൊണ്ട് വെതറി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൊണ്ട് പരത്തി കൊടുക്കുക. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് കീറി കൊടുക്കുക. കണ്ടോ, അപ്പോൾ 3 പീസായിട്ട് നമുക്ക് കിട്ടി. ഇനി അതിലൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, അങ്ങനെ ചുരുട്ടി കൊടുക്കുക. ആദ്യം ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ടേ അതിൻ്റെ ഒരു തലപ്പെടുത്തിട്ട് ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് മറ്റേ തലപ്പ് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുക. കണ്ടോ, സിമ്പിൾ പരിപാടി. എത്ര സിമ്പിളാണ് നോക്ക്. കണ്ടോ, ഇത്ര സിമ്പിൾ പരിപാടി. ഇനി അതിനൊരു തലപ്പെടുത്തിട്ടേ ഇതേപോലെ ഇതിൻ്റെ അടിയിക്കാണ്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, പൊറോട്ടയുടെ റോള് ശരിയായി. ഇത്ര പണിയുള്ളൂ. നമ്മളിത് എന്തോ വലിയ സംഭവം നേരിട്ടിരിക്കൊന്നും വേണ്ട. ഇത് ഇത്ര പണിയേ ഉള്ളൂ പൊറോട്ടയുടെ റോൾ ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടോ, ഇനി ഇത് മാറ്റി വെക്കുക. ഇനി എല്ലാതും ഇതേപോലെ നമുക്ക് റോളാക്കി എടുക്കാം. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ശരിക്ക് കണ്ടോളി. അതിൻ്റെ തലപ്പൊന്ന് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ആ ടൈലിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ റൗണ്ടാക്കി എടുത്താൽ മതി. കണ്ടോ, ഒരു പ്രശ്നമല്ല. കണ്ടോ, റോള് റെഡിയായി. അപ്പോൾ വീശി അടിക്കൊന്നും വേണ്ട. അപ്പോൾ വീശി അടിക്കാൻ അറിയില്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്ന രൂപമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. വീശി അടിക്കും വേണ്ട, കോലുകൊണ്ട് പരത്തും വേണ്ട. വെറും കൈ വെച്ചിട്ട് തന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ. അപ്പോൾ അതൊക്കെ സിമ്പിളാണ്. ഓക്കെ, ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ റോളാക്കി എടുക്കാം. നന്നായിട്ടുണ്ട് പരത്തിയെടുക്കുക. അപ്പോൾ മൊത്തം നമ്മൾ റോളാക്കി എടുത്തു. ഇതാ മൊത്തത്തിൽ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പോൾ ഇത് മാവിട്ട് വെച്ച പാത്രം ഉണ്ടോ, ഇത്രയും എണ്ണ നമുക്ക് ബാലൻസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്നും ഒരുപാട് കുടിച്ചിട്ടില്ല. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊറോട്ടക്കല്ല് നമ്മളെടുത്തില്ല, ദോശ ചുടുന്ന ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുന്നത്. പൊറോട്ടക്കല്ലുണ്ടെങ്കിൽ 3-4 നമുക്ക് ഒരുമിച്ച് ചുട്ടെടുക്കാം. ഇനി റോളുണ്ട് അതിൽ നിന്ന് എടുക്കുക. എന്നിട്ടേ ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് റൗണ്ടാക്കിയിട്ട് എടുക്കുക. കണ്ടോ, ഇതേപോലെ കണ്ടോ, കൈയിൻ്റെ മടമ്പ് ഭാഗം വെച്ചിട്ട് ഒന്ന് മുന്നിലേക്ക് ഇങ്ങനെ തള്ളിയാൽ മതി. അപ്പോൾ നല്ല റൗണ്ടായിട്ടുണ്ട് വരും. കണ്ടോ, സിമ്പിൾ പരിപാടി. കണ്ടോ, നോക്കി നിങ്ങൾ, പൊറോട്ടയുടെ ഷേപ്പായില്ലേ. കണ്ടോ, ഇത്ര പണിയുള്ളൂ. ഇനി ഇത് ചുട്ടെടുക്കേണ്ട ഒരൊറ്റ റിസ്ക് ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പൊറോട്ട റെഡിയായി. ഇനി നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡുണ്ട് വേവട്ടെ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് പുരട്ടി കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് പുരട്ടി കൊടുത്തോളൂ കേട്ടോ. ഇതേപോലെ. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, എന്താ സൂപ്പറായില്ലേ. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗമൊക്കെ വെന്ത് ലെവലായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു 3-4 നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇതേപോലെ എടുത്തിട്ടേ ഒന്നിങ്ങനെ വട്ടം കറക്കിയിട്ട് കൊടുക്കുക. കണ്ടോ, പൊറോട്ടയായി. ഇനി എടുത്തിട്ട്
നമുക്ക് കല്ലിലിട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള കല്ലിൽ കണ്ട് ഇട്ട് കൊടുക്കുക. 2 സൈഡ് കൊണ്ട് വേവട്ടെ. അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് കൊണ്ട് പുരട്ടി കൊടുക്കുക. നെയ്യ് പുരട്ടി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ പൊറോട്ടക്ക്. അപ്പോൾ ഒരു 3-4 നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നന്നായിട്ടുണ്ട് അടിച്ചെടുക്കണം ഇതേപോലെ. എന്നാലേ പൊറോട്ട ആയി എന്ന് പറയാൻ പറ്റുള്ളൂ കണ്ടോ. പൊറോട്ടയുടെ ഷേപ്പിന് വരണമെങ്കിൽ ഇതേപോലെ നന്നായിട്ടുണ്ട് അടിച്ചെടുക്കണം. പൊറോട്ടക്ക് ലെയറൊക്കെ ഉണ്ട് വരണം. ഇതേപോലെ അടിച്ചെടുക്കുമ്പോഴുള്ളൂ ലെയറൊക്കെ ഉണ്ട് വരുള്ളൂ. ഇതുണ്ടോ കണ്ടോ. പൊറോട്ട നല്ല അടിപൊളി പൊറോട്ട ആയില്ലേ കണ്ടോ. ലെയറൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒറിജിനൽ പൊറോട്ട കണ്ടോ. റെസ്റ്റിന് വെക്കേണ്ടേ മാവൊന്ന് കുഴക്കേണ്ടേ ഒരു താമസം ഇതിന് വരുന്നുള്ളൂ. മൊത്തത്തിൽ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പൊറോട്ട ഉണ്ടാക്കിയത് സിമ്പിളായിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയെടുത്തു. ഇതേപോലെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ. നിങ്ങളുടെ ആൾക്കനുസരിച്ച് പൊടി എടുത്താൽ മതി. ഇപ്പോൾ ഒരു 3/4 കിലോ മൈദ കൊണ്ട് 14 പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ മൈദ ഒക്കെ എടുക്കണം, ഒരു 20 പൊറോട്ടൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടിപൊളിയാണ്. നമ്മൾ ഹോട്ടലിനൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള പൊറോട്ട, അതേ പൊറോട്ട തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ ലൈക്ക് നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.